ഇവനെന്ത് ഈ വലിച്ചു വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായ? പെരുന്നാളിന്റെ തലേ ദിവസം ഒന്ന് പുറത്തു പോകണമെന്ന് പറഞ്ഞപ്പോൾ അവൻ ആദ്യം എടുത്തിട്ട് ആ കല്യാണത്തിന് എടുത്തിട്ടുള്ള ആ ബ്ലാക്ക് കുർത്തയാണ്. അതും അയപ്പിച്ചിട്ട് ടീഷർട്ട് ഇട്ടിട്ട് കൊണ്ടുപോകുന്ന സീനാണ് കേട്ടോ ഇത്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. പെട്ടെന്ന് ഒരു പുഡിങ് ഉണ്ടാക്കിയാലോ എന്നുള്ള ഒരു തോന്നൽ വന്നു. അപ്പോൾ അതിന്റെ സാധനം വാങ്ങണം. പിന്നെ ഹൈമൻക്ക് ഒരു പാൻറ് ഷർട്ട് വാങ്ങി. എനിക്ക് വൈഫുക്കും ദുൽഖറിനെല്ലാം കല്യാണത്തിന്റെ ടൈമിൽ എടുത്ത ഡ്രസ്സ് ഉണ്ട്. ഇവനിക്കുള്ള ഡ്രസ്സ് ഉപ്പിയും മോനും നോക്കി ഇതിപ്പം തീരൂലെന്ന് കണ്ടപ്പം ഞാൻ എന്താക്കി ഐഫിനെ കൂട്ടിയിട്ട് പെട്ടെന്ന് വാ നമുക്ക് മുങ്ങാന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ടാളും മുങ്ങി. പെരുന്നാളിന്റെ രാവിലേക്കുള്ള പണിയെല്ലാം എനിക്ക് പെൻഡിങ്ങില്ലാന്ന്. അപ്പം പിന്നെ മുങ്ങിയല്ലേ പറ്റും. പെരുന്നാളിന്റെ രാവിലെയാണ് കേട്ടോ ഇത്. കരൾ കറിയും പൂരിയും ഗ്രീൻ മസാല ആക്കിയിട്ട് ചിക്കൻ പൊരിച്ചെടുത്തതാണ്. ആ ദുൽഖർ ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അതാണ് അധികം നെയ്പ്പത്തിൽ തന്നെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇപ്രാവശ്യം ഒന്ന് ചേഞ്ച് മാറ്റി പിടിച്ചു പൂരി ഉണ്ടാക്കി. ഗ്രീൻ ചിക്കൻ്റെ കളർ എന്താ ഇങ്ങനെയെന്ന് അറിയില്ല കേട്ടോ. ഫോണിൽ നോക്കുമ്പോൾ വേറെ കളറാണ് കാണുന്നത്. എന്തെങ്കിലും ആക്കട്ടെ, കളർ യൂസ് ചെയ്താലല്ലേ നല്ല ബ്രൈറ്റ് കളർ ഉണ്ടാവും. അപ്പോൾ കപ്സയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ബിരിയാണിയേക്കാളും കൂടുതൽ ഇഷ്ടം കപ്സയാണ്. കപ്സ മന്തി അതൊക്കെയാണ് ഇഷ്ടം. അതിനേക്കാളും കൂടുതൽ ഇഷ്ടം എനിക്ക് സാദാ ചോറാണ്. അപ്പോൾ ചിക്കൻ ഫ്രൈയും പിന്നെ തൈര് ക്യാപ്സിക്കം അരച്ചിട്ട് തൈര് ഇച്ചിട്ട് ഉപ്പിട്ടത് അത്രയേ ഉള്ളൂ. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മുടെ സാൽസ സോസ് അതൊന്ന് ക്രഷ് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ്. തക്കാളി ഉള്ളിയും പിന്നെ നമ്മുടെ കക്കിരി വട്ടത്തിൽ അരിഞ്ഞതുമാണ്. അതിൽ ടേബിളിൽ കൊണ്ടുവച്ചപ്പോൾ ഇതെൻ്റെ മൂത്താപ്പൻ്റെ മോനാണ് കേട്ടോ. അവൻ വന്നിട്ടുണ്ടായിരുന്നു. അവൻ ചോറിനൊന്നും ഉണ്ടായിട്ടില്ല. കുറച്ച് പുഡിങ് കഴിച്ച ആൾ സ്ഥലം കളിയാക്കി. ഇത്രയും ഗെറ്റപ്പിൽ ആ പുഡിങ് ഉണ്ടാക്കിയിട്ട് ആ പുഡിങ്ങിൻ്റെ ഒരു ഫോട്ടോ പോലും എടുത്തിട്ടില്ല ആ ഫോട്ടോ. പിന്നെ നമ്മളെ ചിക്കനും ഫ്രൈയും അതുപോലെ തന്നെ മസാലയിൽ ചിക്കനും ഒക്കെ കൂട്ടിയിട്ട് നല്ല അടിക്കുമ്പോഴാണ് ഉമ്മ വിളിക്കുന്നത്. ഇപ്പോൾ ഗസ്റ്റെല്ലാം വന്നിട്ടുണ്ട്. പെട്ടെന്ന് വാന്നിട്ട് ഉമ്മ വിളിച്ചു. പിന്നെ അപ്പുറത്തേക്ക് പോയി. അപ്പുറം എല്ലാവരും ഉണ്ടായിരുന്നു. അനിയത്തിയും അനിയത്തിൻ്റെ ഹസ്ബൻഡും പിന്നെ അനിയന് ചോറ് തിന്നിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മാൻ്റെ 2 ആങ്ങളമാരുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് എൻജോയ് ചെയ്തു. ഇങ്ങനെ ഒരുപാട് കാലമായിട്ട് നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ഒത്തൊരുമിച്ചിട്ട് ഈ ഒരു പെരുന്നാൾ ആദ്യം ഒരാൾ വരുമ്പോൾ ഒരാളുണ്ടാവില്ല, ഒരാൾ വരുമ്പോൾ ഒരാളുണ്ടാവില്ല, അങ്ങനെയാണ്. ഞാനും ഒക്കെയും ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്. മോളും അയ്മനൊന്നും ഉണ്ടായിട്ടില്ല. അയ്മൻ ഞാനിപ്പുറത്തേക്ക് കൊടുത്തേക്ക് ചോറ് അവന് ഇവിടുന്ന് തന്നു. പിന്നെ ഇക്ക ഉമ്മ കുറേ നിർബന്ധിച്ചപ്പോൾ ഇടുന്നു കുറച്ച് അൽസ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷുവൈപ്പും വൈഫും അവർ ചോറ് തന്നിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവരും കയറി വന്ന് പിന്നെ ഓരോ ആൾ ട്രോളുന്ന സീനാണ് കേട്ടോ. ഇങ്ങനെയാണ് പെരുന്നാൾക്ക് ഫോട്ടോ വീഡിയോസും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ട്രോളിൽ നല്ല തകൃതിയായിട്ട് നടക്കും. ഈ ടൈം നല്ല ടെൻഷൻ ഫ്രീ ആണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമ്മൾ പുറത്ത് എവിടെയും പോയിട്ടില്ല. പക്ഷെ നന്നായിട്ട് എൻജോയ് ചെയ്ത് അടിപൊളി പെരുന്നാളായിരുന്നു. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ. പിന്നെ എല്ലാവരും പോയി നമ്മൾ വീട്ടിലേക്ക് വന്നു. ഇത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.